ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ സെറ്റ് ജൂലൈ സെഷന്റെ ഒഫീഷ്യലായിട്ടുള്ള ടെൻറ്റേറ്റീവ് ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്കറിയാം LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ആൻസർ കീ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെറ്റ് പരീക്ഷ എഴുതിയവർക്ക് നിങ്ങൾക്ക് തന്നെ അതാത് സബ്ജക്റ്റുകളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും അതായത് 32ഓളം സബ്ജക്റ്റുകളുടെ ഒഫീഷ്യൽ ആൻസർ കീ ജനറൽ പേപ്പർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണും. ഇവിടെ വളരെ കൃത്യമായിട്ട് ഡൗൺലോഡ് ആൻസർ കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്ക് പോകും, ഈ ഒരു പേജിലേക്ക് പോകും. ഇവിടെ ഓരോ വിഷയത്തിന്റെ ആൻസർ കീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ആന്ത്രപ്പോളജി, അതിൽ വേർഷനെ 2 സെറ്റ് ഉണ്ട്, സെറ്റ് എയും സെറ്റ് ബിയും. അതിൽ നിങ്ങളുടെ വേർഷൻ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ താഴോട്ട് നോക്കി അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് താഴെ വരെ ഉണ്ട്. 32 സബ്ജക്റ്റുകളുണ്ട്. അതിൽ 31ാമത്തേതായിട്ട് ജനറൽ പേപ്പർ 1ന്റെയും എ കോഡിന്റെയും ബി കോഡിന്റെയും ആൻസർ കീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇത് ചെക്ക് ചെയ്യുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതും 5 ദിവസത്തിനുള്ളിൽ, ഇന്ന് മുതൽ 5 ദിവസത്തിനുള്ളിൽ അത് ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫോർമാറ്റ്, കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഇവിടെയുണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് 5 ദിവസത്തിനുള്ളിൽ LBSന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റലായിട്ട് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കണം. ആ എൻവലപ്പിൽ എന്ത് വേണം? നിങ്ങളുടെ കംപ്ലൈന്റ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കംപ്ലൈന്റിനെ സാധൂകരിക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു രേഖയും, എന്തുകൊണ്ടാണ് നിങ്ങൾ ആൻസർ കീ തെറ്റാണെന്ന് പറയാൻ കാരണം എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഉണ്ടാവണമെന്നാണ് LBS പറയുന്നത്. കൂടാതെ 300 രൂപയുടെ DDയും ഇതിനൊപ്പം ആ എൻവലപ്പിൽ എൻക്ലോസ് ചെയ്തിരിക്കണം. ഇതെല്ലാം 5 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് എങ്ങോട്ടാണ് ഇത് അയക്കേണ്ടത് എന്നുള്ള അഡ്രസ്സ് ഉൾപ്പെടെ, DD ആരുടെ പേർക്കാണ് എടുക്കേണ്ടത് എന്നുള്ള അഡ്രസ്സ് ഉൾപ്പെടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സ് ഡയറക്ടർ LBS സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം, ഇവിടെയാണ് ചെല്ലേണ്ടത്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത ശേഷം നോക്കുക, ആൻസർ കീയിൽ തെറ്റുണ്ടോ നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക, നിങ്ങൾ കട്ട് ഓഫ് കടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. കട്ട് ഓഫ് കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നെ ആ സന്തോഷം അറിയിക്കണം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ്. കട്ട് ഓഫ് കടക്കാത്ത ഉദ്യോഗാർത്ഥികൾ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒട്ടേറെ പേര് കഴിഞ്ഞ തവണത്തെ സെറ്റ് എക്സാം അത്ര വൃത്തിയായിട്ട് എഴുതാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് ഇത്തവണത്തെ സെറ്റിൽ നല്ല മാർക്ക് വാങ്ങിയെന്ന് ഓൾറെഡി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അടുത്ത സൈക്കിളിൽ നിങ്ങൾ ഇത്തിരി പറഞ്ഞ മാർക്ക് കുറഞ്ഞ കട്ട് ഓഫിന് താഴോട്ടാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ അടുത്ത സൈക്കിളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നികത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. പഠനം വളരെ നേരത്തെ ആരംഭിക്കുക എന്നുള്ളതാണ്. I+ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വിജയിച്ച അതേ നിലവാരമുള്ള കോഴ്സ് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് I+ അടുത്ത സൈക്കിളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏർലി ബേർഡ് ഓഫറിൽ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പേപ്പർ 1നും പേപ്പർ 2നും 12ഓളം സബ്ജക്റ്റുകളിൽ പേപ്പർ 2നും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോൺടാക്ട് നമ്പറുകൾ ഉൾപ്പെടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ ഈ വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു ആൻസർ കീ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചലഞ്ച് ചെയ്യുക, ആൻസർ കീയിൽ തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ പാസ്സാവാൻ സാധിക്കാത്തൊരു വിഷമിക്കേണ്ട, നന്നായിട്ട് പഠിച്ച് അടുത്ത തവണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.